ഇനി UAE ചാപ്റ്റർ നിങ്ങൾക്കായി വിനയപ്രസം സമർപ്പിക്കുന്ന നാടകം യാത്ര. നവമാധ്യമങ്ങൾ വളരെ വിപുലമായ ഒരു സ്വാധീന ശക്തിയായി ഇന്ന് മാറിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയും വാർത്താ ചാനലുകളും ഉൾപ്പെടുന്ന മാധ്യമ ലോകം നാം ഇന്ന് എന്ത് ചിന്തിക്കണമെന്ന് കൽപ്പിക്കുന്നു. മലയാളിയുടെ ദൃശ്യബോധത്തെ മാത്രമല്ല, മാനസിക നിലയെ തന്നെ അത് വല്ലാതെ ബാധിച്ചിരിക്കുന്നു. അന്തിച്ചർച്ചകളിൽ വിരുദ്ധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളുടെ ശത്രുതാപരമായ ഏറ്റുമുട്ടലുകളും പോർവിളികളും കൊണ്ട് കിടിലം കൊള്ളുകയാണ് നമ്മുടെ സ്വീകരണ മുറകൾ. ക്ഷോഭമാണ് മുഖ്യഭാവം. ഏറ്റവും ഉച്ചത്തിലും വിവേകരഹിതവുമായി സംസാരിക്കുന്നയാൾ വിജയിക്കുന്നു. സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങൾ കണ്ടെത്തുന്നതിനല്ല, മനുഷ്യ മനസ്സിന്റെ കുൽസിത വികാരങ്ങളെയും ബലഹീനതകളെയും ചൂഷണം ചെയ്യുന്ന വാർത്തകൾ നിർമ്മിക്കാൻ അവർ മത്സരിക്കുന്നു. ഊതി വീർപ്പിക്കുന്ന വാർത്തകൾ സമൂഹത്തിൽ മതവൈര്യത്തിന്റെയും അക്രമത്തിന്റെയും ലൈംഗിക അരാജകത്വത്തിന്റെയും വിത്തുകൾ പാകുന്നു. പുതിയ ലോകം അത് അരാജകത്വത്തിൻ്റെതാണെന്ന് യുവജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു. വാർത്ത എന്നത് ഒരു ഉൽപ്പന്നമാകുമ്പോൾ അവയെ അതിഭാവുകത്വത്തിന്റെ നിറക്കൂട്ടുകൾ നൽകി ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. വരൂ, നമുക്കൊരു യാത്ര പോകാം. നവമാധ്യമങ്ങളാൽ മനസ്സും ബുദ്ധിയും മരവിച്ച ഒരു ലോകത്തേക്ക്. പക്ഷേ ഈ ട്രെയിനിൽ നിന്ന് ആരും ഇവിടെ ഇറങ്ങിയിട്ടുമില്ല, കയറിയിട്ടുമില്ല. പിന്നെ എന്റെ തോന്നലാണ്. വല്ലാത്ത തണുപ്പ്. മരുഭൂമിയുടെ വിജനതയും ഏകാന്തതയുടെ ഈ കാറ്റും ഈ സ്റ്റേഷനെ ഏതോ ഒരു അന്യഗോളമാക്കി മാറ്റിയിരിക്കുന്നു. ഈ രാത്രി നിങ്ങൾ എവിടെ പോകുന്നു? പോകാനല്ല കാണാൻ. ഇന്നലെ രാജവേട്ടൻ വരും. അല്ല, കൊണ്ടുവരും. ആര് വരുമെന്നാ പറയുന്നത്? ഭ്രാന്ത് പറയാനേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഭ്രാന്താശുപത്രിയോ പരോളോ? നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? വേണ്ട, ഇപ്പൊ ഒന്നും എടുക്കണ്ട. ഞാൻ പറഞ്ഞതല്ലേ, ഈ വൈകാതിരിക്കുന്ന സമയത്ത് ജോലികളൊന്നും ചെയ്യരുത്. അതൊന്നും സാരമില്ലേട്ടാ, എനിക്കിപ്പോ ക്ഷീണമൊന്നും ഇല്ല. ഇരിക്കണേ, ഞാനിപ്പോ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച് സൗമ്യ മരണത്തിന് കീഴടങ്ങിയ ദിവസമാണിത്. 6 വർഷം മുൻപാണ് ബലാത്സംഗ ശ്രമത്തിനിടെ തീവണ്ടിയിൽ നിന്ന് വീണ് ഗുരുതരമായി പരിക്കേറ്റ സൗമ്യ. ചായ കുടിക്കേ. എന്തിനാണ് ഈ ജോലിയൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നത്? ഇന്ന് ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? 6 മാസം നിർമ്മിക്കുക നമ്മുടെ ഡോക്ടർ. വെറുതെ ഇരിക്കുമ്പോ ഒരു 100 കൂട്ടം ചിന്തകളാണ്. എന്തിന്? ഇത് സന്തോഷിക്കേണ്ട സമയമല്ലേ? നമുക്ക് നല്ലൊരു ആശ്വാസമുള്ള വീടുണ്ടാകും. ഒരു പെൺകുട്ടിയാണ് വരാനിരിക്കുന്നത്. മോശം. ഒരു വലിയ നൃത്തകയാകേണ്ടിയിരുന്ന നിന്നെ ഞാനല്ലേ. രാജീവ, അമ്മാവന, എന്ത് രാത്രി? നിങ്ങൾ ചെക്കപ്പിന് പോയ കാര്യമൊക്കെ ഇവൻ പറഞ്ഞിരുന്നു. മോളെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതി കയറിയതാ. കുഴപ്പമൊന്നും ഇല്ലെന്നാ പറഞ്ഞിരുന്നവാ. ഇനി അടുത്ത മാസം പോണം. ശ്രദ്ധിക്കണം, ആരോഗ്യമൊക്കെ നോക്കണം. ഒരാളല്ല, 2 പേരാണ്. എല്ലാവർക്കും ഇപ്പൊ ഇതിനോട് എന്തൊരു കരുതല. രാജീവനെല്ലാം വിശദമായി പറഞ്ഞു. തേങ്ങ വിറ്റുന്ന കുറച്ച് കാശ് കിട്ടി. എവിടെ നിന്നോ ഒന്ന് രാമൻ പ്രത്യക്ഷപ്പെട്ടു.
കേരളത്തിലെ എല്ലാ ജോലികളും ബംഗാളികൾ ചെയ്യും. പക്ഷെ തേങ്ങയിടാൻ രാമൻ വേണം. അവനാണ് മന്ത്രിയുടെ പവറ. ദാമോളെ കുറച്ച് കാശ വെച്ചു. എന്തെല്ലാം ചെലവായി വരാനുള്ളതെന്ന് അറിയാമോ? കാശൊക്കെ ഉണ്ടമ്മാവാ, ഇപ്പൊ വേണ്ട. ഒരു പെൺകുഞ്ഞാ വരാൻ പോകുന്നത്. ഇരിക്കട്ടെ മോളെ. മോളാണെന്ന കാര്യം അപ്പൊ അമ്മാവനോട് പറഞ്ഞു രാജേട്ട. ഇനി ആരായി കാര്യം അറിയാനുള്ളത്? അമ്മാവനോട് മാത്രമേ പറഞ്ഞുള്ളൂ. എന്റെ സന്തോഷം കൊണ്ടല്ലേ. എനിക്ക് സ്വന്തമെന്നും ബന്ധമെന്നും പറയാൻ നിങ്ങളല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് വേറെ ആരുണ്ട് അമ്മാവാ? എനിക്ക് ഒരേ ഒരു പെങ്ങളായിരുന്നു ഇവന്റെ അമ്മ. രാജീവൻ 5 വയസ്സുള്ളപ്പോഴാണ് ഗർഭിണിയായ ഒരു പെണ്ണാണെന്ന് പോലും നോക്കാതെ ആ റെയിലിൽ പുറമ്പോക്കിൽ വെച്ച് കടിച്ചും വലിച്ചും കൊന്നില്ലേ കുറെ കാട്ടാളന്മാർ. ഒന്ന് നിർത്തുന്നുണ്ടോ? കഴിഞ്ഞുപോയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും കഴിഞ്ഞുപോയ കാര്യങ്ങൾ പോലും. നിനക്ക് ജനിക്കാൻ പോകുന്നതും ഒരു പെൺകുഞ്ഞാണ്. ചുറ്റിനും കണ്ണു വേണം. സൂക്ഷിച്ചോ, അല്ലെങ്കിൽ ഇതെന്താ അമ്മാവ ഇങ്ങനെയൊക്കെ പറയുന്നത്? ജയശ്രീ, മതി, പോയി അത്താഴെടുത്ത് വെക്കി. അമ്മാവൻ ഇരിക്ക്, ആഹാരം കഴിച്ചിട്ട് പോവാം. വേണ്ട മോളെ, ഞാൻ പോകുന്നു. നാളെ വരാം. സ്വന്തം നേരത്തെയും ലൈംഗിക അതിക്രമങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയാത്ത പെൺകുട്ടികളെ ആരും ആശ്രയമില്ലാത്തവരെ തിരഞ്ഞു പിടിച്ച് ഇന്നലെ രാത്രി ഒത്തിരി വൈകി ആ കലകിന്റെ പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. ഏറ്റവും എന്തെങ്കിലും വയ്യായ്ക ഉണ്ടായിരുന്നു. എന്താ നന്ദു ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? അല്ല, അമ്മ പറയുന്നുണ്ടായിരുന്നു ഏട്ടന് കുട്ടിക്കാലത്ത് എന്തൊക്കെയോ വയ്യായ്ക ഉണ്ടായിരുന്നു എന്ന്. അതാ. ആ, ഞാനും കേട്ടിട്ടുണ്ട്. ഏട്ടന്റെ അമ്മയുടെ നന്ദു ചാന്തു എല്ലാവരും നടക്കാം. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ആരായി രാത്രി? ഓ, വരുന്നുണ്ട്. നീ ഒന്നും അറിഞ്ഞില്ലേ? എന്താ കണ്ടില്ലേ? റോഡിലാകെ ചാലകരാ. അവരുടെ വണ്ടികൾ പോലീസുകാർക്ക് പോലും വഴി കൊടുക്കുന്നില്ല. ഒരു മയക്കും കൊണ്ട് ഒരു പെൺകൊച്ചി എന്നോട് എന്തൊക്കെയോ ചോദിച്ചു. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. എന്താ അമ്മാവ കാര്യം? നമ്മുടെ ഹോട്ടൽ രാഘവന്റെ ഇളയ മകളില്ലേ? അതെ, അവളെ ഇന്നലെ മുതൽ ആശുപത്രിയിലാക്കിയിരിക്കുകയാണ്. എന്തിന്? ആ കുഞ്ഞിന്റെ സ്വന്തം അമ്മാവൻ കുറെ നാളായി ആ കുഞ്ഞിനെ. നശിച്ചല്ലോ ഈ ലോകം. എന്റെ ദൈവമേ, എന്തൊരു വിധിയാണിത്. നാട്ടിലാകെ കള്ളും കഞ്ചാവും, പിന്നെ പേരറിയാത്ത എന്തൊക്കെയോ ലഹരികൾ ഒഴുകുകയല്ലേ. എല്ലാ പേരും ബോധം കെട്ട് നടക്കുകയല്ലേ. ഞാൻ പറഞ്ഞില്ലടാ, പെണ്ണിന്റെ മണം കിട്ടിയാൽ നായ്ക്കളായി തീരും ഈ ബോധം നശിച്ചവന്മാർ. എനിക്ക് കേൾക്കണ്ട. ആളാണെന്ന് പറയാൻ തന്നെ നാണക്കേട്. പാവമാകും ലോകം എന്താണെന്ന് അറിയുന്നുണ്ട്. ഒന്ന് ഇളകി പോകുന്നുണ്ടോ? എനിക്ക് എന്തോ സമാധാനം തരുമോ? ഇവനെന്താ ഇങ്ങനെ? എനിക്കറിയില്ല അമ്മാവ. കുറച്ച് ദിവസങ്ങളായി എന്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ. എനിക്കത് പേടിയാവുന്നു. അവന് ഭയമുണ്ടാകും. ഒരു പെൺകുഞ്ഞല്ലേ ജനിക്കാൻ പോകുന്നത്. ശരിയാണ്, ഡോക്ടർ അത് പറഞ്ഞതിന് ശേഷമാണ് ഏട്ടൻ. ദൈവമേ, വീണ്ടും ഒരു പെൺകുഞ്ഞു കൂടി. എന്തിനാ വേദന തിന്നാനായി ലോകത്തേക്ക്?